നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിയേച്ചിയുടെ ഉറച്ച തീരുമാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദേവിയേച്ചിയെ പോലെ തന്നെ ഗോപികയും മനസ്സിന്റെ ധൈര്യം കൈവിടരുത്. സിദ്ധുവേട്ടനെ ഭർത്താവിന്റെ കൊലയാളിയാക്കുക. അച്ഛന്റെ കൊലയാളിക്കൊപ്പം മകൾ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയക്കുക. ഡിവോഴ്സിന്റെ പേരില് ലക്ഷങ്ങൾ ഒപ്പിച്ചെടുക്കുക. അതാവണം ആന്റിയുടെ പ്ലാൻ. ആന്റി അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത് മഹാക്രൂരത തന്നെയാ. ഇങ്ങനെയൊക്കെ ചതിയൊരുക്കാൻ മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു? ഞാൻ ചെയ്ത എല്ലാം തെറ്റായിപ്പോയി. ദേവിക തന്നെ സിദ്ധുവിന്റെ ഭാര്യയായി വരണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം ഒരിക്കലും നടക്കരുതായിരുന്നു. മുത്തശ്ശി, എനിക്കൊന്നേ പറയാനുള്ളൂ. ആന്റിയുടെ അടവിന് മുമ്പില് ഇവിടെ ആരും മുട്ടുമടക്കരുത്. അവളുടെ അടവിന് മുന്നിൽ മുട്ടുമടക്കാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. ഡിവോഴ്സ് നടത്തി പണം തട്ടിയെടുക്കുന്നതിന് മുമ്പ് ദേവികയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ അവളെ ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടണം. അവളെ ഇനി ഇവിടെ താമസിപ്പിച്ച അത് അപകടമാവും. സിദ്ധുവിന്റെ ജീവൻ തന്നെ ആപത്തിലാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവന്റെ ജീവൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. അവനെ എനിക്ക് രക്ഷിക്കണം. അതത്ര ഈസി ആയിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി. എന്തുകൊണ്ട് സാധിക്കില്ല? ജാനകി അമ്മയ്ക്കും സ്വന്തം മകനേക്കാൾ പ്രാധാന്യം ദേവികേച്ചിയോട്. അതൊക്കെ അവളുടെ കയ്യിലിരിക്കേയുള്ളൂ. ജാനകി എന്തൊക്കെ തരത്തിൽ അവളെ സപ്പോർട്ട് ചെയ്താലും ഞാൻ ദേവികയെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും. ദേവികേച്ചി മാത്രമല്ല മുത്തശ്ശി, ആ ഗോപികയെ ഇറക്കി വിടണം. അവളുടെ കണ്ണിലും സിദ്ധുവേട്ടൻ തന്നെയാണല്ലോ അവരുടെ അച്ഛന്റെ കൊലപാതകി. അതുകൊണ്ട് സ്വാഭാവികമായും ശ്രീകലാന്റിക്കും ദേവികേച്ചിക്കും സിദ്ധുവേട്ടനോട് എത്രമാത്രം പകയുണ്ടോ അത്രമാത്രം പക ഗോപികയ്ക്കും സിദ്ധുവേട്ടനോട് ഉണ്ടാവും. ദേവികേച്ചി ഇറക്കി വിട്ടാലും ആ ഗോപിക സിദ്ധുവേട്ടനോട് പകരം വീട്ടാൻ ഇടയുണ്ട്. ദേവികേച്ചിന്ന് മാത്രമല്ല, ഗോപികയിൽ നിന്നും സിദ്ധുവേട്ടനെ നമുക്ക് രക്ഷിക്കണം മുത്തശ്ശി. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. വേണ്ടതെന്താണെന്ന് എനിക്കറിയാം. സിദ്ധുവേട്ടന് എങ്ങനെ ഒരാളെ കൊല്ലാൻ സാധിക്കുക? എനിക്കൊരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിദ്ധുവേട്ടൻ ഒരാളെ കൊല്ലുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. സിദ്ധുവേട്ടൻ അത് സാധിക്കില്ല. അബി, ആക്സിഡന്റിനിടയിൽ മരണം സംഭവിക്കുന്നത് സ്വാഭാവികം. ഇതും അതുപോലെ സംഭവിച്ച മരണമായിരിക്കാം. അതാണ് ഒരു ഏക ആശ്വാസം. ഋഷേട്ടാ, ഒരെടുത്തിച്ചാട്ടത്തിനും സിദ്ധുവേട്ടൻ പോവാറില്ല. എന്ത് ചെയ്യണമെങ്കിലും ആലോചിച്ച് പക്വതയോടെ മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഏട്ടന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ക്രൂരമായ പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്താ സംഭവിച്ചെന്ന് ഒരു വ്യക്തതയും കിട്ടുന്നില്ല. ഇനി ഇതൊരു സ്വാഭാവിക അപകടമല്ലായിരിക്കും. സത്യം എന്താണെന്ന് സിദ്ധുവേട്ടന് മാത്രമല്ലേ അറിയൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സിദ്ധുവേട്ടനിൽ നിന്നും നമ്മളിത് എങ്ങനെ അറിയും? അതിനിപ്പോ ഒരു നിർവാഹം ഇല്ലല്ലോ ഏട്ടാ. ആദ്യം സിദ്ധുവേട്ടന്റെ അസുഖം മാറണം. അതുവരേക്കും നമ്മൾ കാത്തിരുന്നേ മതിയാവും. ആ അപകടത്തിൽ സിദ്ധുവേട്ടന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതാ ആകെ പ്രശ്നമായത്. ഏതായാലും ഇത് വല്ലാത്തൊരു വിധിയായിപ്പോയി. അപകടം എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയട്ടെ. അതിനുശേഷം എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. അല്ല, ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അബി, എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്.
ഈ അപകടം സിദ്ധുവേട്ടന്റെ വീഴ്ച കൊണ്ടല്ല സംഭവിച്ചെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ വേറെയും ചിലർ ഉൾപ്പെട്ടിരിക്കും. അവരുടെ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരിക്കാം ഈ ആക്സിഡന്റ്. ഏട്ടൻ ആരെയാ സംശയിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ആരെയും ഇപ്പോൾ സംശയമൊന്നുമില്ല. ഞാനൊരു സാധ്യതയാണ് പറയുന്നത്. അത് വെറുതെ തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെ മറ്റാർക്കെങ്കിലും ഈ ആക്സിഡന്റിൽ പങ്കുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടില്ല. അതാരായാലും ശരി, അയാളെ ഞാൻ തീർത്തു കളയും. ഗോപിക, എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഗോപികയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. സത്യം തിരിച്ചറിയുന്നതുവരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇനിയിപ്പോ ആ സത്യം എന്തായാലും ശരി, ഗോപികയ്ക്കും ദേവികേച്ചിക്കുമൊപ്പം ഞങ്ങളുണ്ടാവും. നിങ്ങൾ സംസാരിക്കും. സിദ്ധുവേട്ടൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവണമെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. ദേവിയേടത്തി ആത്മാർത്ഥമായിട്ട് ഏട്ടനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ഏട്ടൻ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സ്വന്തം ഭർത്താവ് തന്നെയാണ് അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനെന്ന് അറിഞ്ഞിട്ടും വീണ്ടും സിദ്ധുവേട്ടനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഏട്ടനോടൊപ്പം നിൽക്കുന്ന ദേവിയേച്ചിയുടെ മനസ്സുണ്ടല്ലോ, അത് ലോകത്ത് മറ്റാർക്കും കാണുമെന്ന് തോന്നുന്നില്ല. ദേവിയേച്ചിയുടെ ഈ ഉറച്ച തീരുമാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദേവിയേച്ചിയെ പോലെ തന്നെ ഗോപികയും മനസ്സിന്റെ ധൈര്യം കൈവിടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.